നമസ്കാരം സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കൃഷി ആവശ്യത്തിനുള്ള പദ്ധതി ജനോപകാരപ്രദമല്ലെന്നാരോപിച്ച് ജനകീയ സമിതി കരുവാരകുണ്ട് സിറ്റി ചേരിപ്പടിയിൽ കനാൽ നിർമ്മാണം തടഞ്ഞു ഇത് സംബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ജനകീയ കമ്മിറ്റിയും നടത്തിയ ചർച്ച വാക്കേറ്റത്തിൽ കലാശിച്ചു പ്രശ്നങ്ങൾക്ക് പിന്നിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാത്യു സെബാസ്റ്റ്യൻ ടൂർണമെന്റുകളുടെ കുറവും സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ ഏർപ്പെടുത്തിയ നിയന്ത്രണവും വിദേശ ഫുട്ബോൾ താരങ്ങൾക്ക് തിരിച്ചടിയാവുന്നു ഇതോടെ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിലൂടെ വരുമാനം നേടാനെത്തിയ വിദേശ താരങ്ങൾ പ്രതിസന്ധിയിൽ സിപിഎം മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് സമാപനമാകും പി വാസുദേവനാണ് ഇനി ജില്ലാ സിപിഎമ്മിനെ നയിക്കുക വാർത്തകൾ വിശദമായി കരുവാരകുണ്ട് സിറ്റി ചേരിപ്പടിയിൽ നിന്നും മങ്കുണ്ട് വരെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കനാൽ നിർമ്മാണം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു കൃഷി ആവശ്യത്തിനു വേണ്ടി ചിലവഴിക്കുന്ന ഫണ്ട് ജനങ്ങൾക്ക് ഉപയോഗപ്രദമല്ലെന്ന് കാണിച്ചാണ് സമിതി നിർമ്മാണം തടഞ്ഞത് കരുവാരകുണ്ട് പഞ്ചായത്തിലെ സിറ്റി ചേരിപ്പടിയിൽ നിന്നും ആരംഭിച്ച് തരിശു ഭാഗങ്ങളിലൂടെ കടന്നുപോകുന്ന കിടങ്ങിന്റെ ആദ്യ ഭാഗമായ സിറ്റി എസ്റ്റേറ്റ് മങ്കുണ്ട് ഭാഗത്തെ പ്രവൃത്തിയാണ് ജനകീയ സമിതി തടഞ്ഞത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കനാൽ ബ്ലോക്ക് മെമ്പർക്കും കരാറുകാരനും പണം സമ്പാദിക്കുവാൻ മാത്രമായി ഉള്ളതാണെന്ന് ജനകീയ സമിതി ആരോപിച്ചു ഇന്ന് രാവിലെ നിർമ്മാണ സ്ഥലത്തെത്തിയ പ്രവർത്തകർ പ്രവൃത്തി നിർത്തിവെക്കുവാൻ ആവശ്യപ്പെടുകയായിരുന്നു ഒലിപ്പുഴയിൽ നിന്നും വെള്ളം കനാൽ വഴി കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കുന്ന കനാൽ അഴിമതി നിറഞ്ഞതാണെന്നും ജനങ്ങൾക്ക് ഉപയോഗപ്രദമല്ലാത്ത പദ്ധതി ആരംഭിക്കുവാൻ അനുവദിക്കില്ലെന്നും ഇവർ പറഞ്ഞു എം കെ കബീർ എ കെ ബഷീർ ഇ മജീദ് എം ടി വേണു ഇ പി വിനോദ് ടി ബഷീർ എം സമീർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി പഞ്ചായത്തിലെ ഇത് 8ാം വാർഡാണ് ഇപ്പോൾ ഇതിൻ്റെ വാർഡിൻ്റെ ഇത് അതായത് യാതൊരു ഇവിടെ കൃഷി ആവശ്യാർത്ഥം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപ ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് പിന്നെ പ്രത്യേക കോൺട്രാക്ടറുടെയും ഇവിടുത്തെ കരുവാരകുണ്ട് പഞ്ചായത്ത് തരിശ് ഡിവിഷനിലെ ബ്ലോക്ക് മെമ്പറുടെയും പ്രത്യേക താല്പര്യപ്രകാരം അതായത് കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ടാണ് ഈ കനാൽ ഇതിൽ പോകുന്നത് പക്ഷേ ഈ കനാല് ഒരു കൃഷിക്കാരന് പോലും ഒരു കൃഷിക്കാരൻ പോലും താഴെല്ലതൊക്കെ റബ്ബർ കൃഷികളും മറ്റുമാണ് നെൽകൃഷിയോ മറ്റു തെങ്ങ് കൃഷിയോ ഒന്നുമില്ലാത്തൊരു സ്ഥലമാണ് അപ്പോൾ അദ്ദേഹം ഇവരുടെ അനിയം ഇതിന്റെ കോൺട്രാക്റ്റാണ് അപ്പോൾ ഇവർക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് ഉണ്ടാക്കിക്കൊണ്ട് ഇത് പോവാണ് ഇത് ഒരിക്കലും ഞങ്ങൾ നാട്ടുകാരിനി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല 90 ലക്ഷം റുപ്യന്റെ പുതിയതായിട്ട് ഇവിടെ നടത്തിയത് അതിന്റെ പുറത്ത് ഇനി ബ്ലോക്ക് മെമ്പർ 2.5 ലക്ഷം റുപ്യ വീണ്ടും ഇതിന് ഉപയോഗിച്ചിരിക്കുകയാണ് ഇത് ഇത്രയും കോടികൾ ഒരാൾക്കും ഒരു ഉപയോഗമല്ലാതെ ഒരാൾക്ക് ഒരു കുടിവെള്ളത്തിന് ഒരു കൃഷി ആവശ്യത്തിന് പോലും ഉപയോഗിക്കാനുള്ള ഇത്ര അധികം സംഖ്യ ഇതിനെ വിനിയോഗിക്കണേ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യും തടയിക്കുകയും ചെയ്യും തുടർന്ന് പണിയടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത് തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു പറയാം ജനകീയമായിട്ട് തന്നെ ഇതിനെ നേരിടാനും ഞങ്ങൾ തീരുമാനിക്കും കരുവാരകുണ്ട് സിറ്റി ചേരിപ്പടിയിൽ മങ്കുണ്ടിൽ കനാൽ പ്രവൃത്തി തടസ്സപ്പെട്ടതിനെ തുടർന്ന് ബ്ലോക്ക് മെമ്പർ മാത്യു സെബാസ്റ്റ്യൻ സ്ഥലത്തെത്തി ചർച്ച നടത്തി ജനകീയ സമിതിയും മെമ്പറും തമ്മിൽ നടത്തിയ ചർച്ച വാക്കേറ്റത്തിലാണ് കലാശിച്ചത് ഇന്ന് രാവിലെ ജനകീയ സമിതി പ്രവർത്തകർ കനാൽ നിർമ്മാണം തടസ്സപ്പെടുത്തുകയും പദ്ധതി തുടർന്നു കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ലെന്നും അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് ബ്ലോക്ക് മെമ്പർ മാത്യു സെബാസ്റ്റ്യൻ സ്ഥലത്തെത്തി ജനകീയ സമിതി പ്രവർത്തകരുമായി ചർച്ച നടത്തിയെങ്കിലും ഇത് ഫലം കണ്ടില്ല കനാൽ നിർമ്മാണത്തിൽ ജലവിഭവ വകുപ്പ് 15 ലക്ഷവും കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് 2.90 ലക്ഷം രൂപയും മാറ്റിവെച്ചിട്ടുണ്ട് എന്നാൽ പദ്ധതി ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്തതിനാൽ പ്രവൃത്തി ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നാണ് ജനകീയ സമിതി ആവശ്യപ്പെട്ടത് എന്നാൽ ബ്ലോക്ക് ഫണ്ട് ഇതിലേക്ക് മാറ്റിവെക്കാതെ ജലവിഭവ വകുപ്പിന്റെ ഫണ്ടിന്മേലുള്ള പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ അനുവദിക്കണമെന്ന് ബ്ലോക്ക് മെമ്പർ സമരക്കാരോട് ആവശ്യപ്പെട്ടു എങ്കിലും ഇത് സമരക്കാർ അംഗീകരിച്ചില്ല എന്ത് വില കൊടുത്തും പ്രവൃത്തി തടയുമെന്ന് സമരക്കാർ അറിയിച്ചതോടെയാണ് ചർച്ച വാക്കേറ്റത്തിൽ കലാശിച്ചത് അരമണിക്കൂറോളം വാക്കേറ്റം നീണ്ടുനിന്നു ഇവിടെയുള്ള ആൾക്കാർക്ക് ഞാൻ കണക്ഷൻ കൊടുക്കാം ഞാൻ 3000 മേടിക്കുന്നില്ല ഈ 350 മീറ്ററിൽ 10 മീറ്റർ പണിയാണ് ഇവിടെ ചെയ്യാനുള്ളത് എന്റെ ഈ ഒരു ഭാഗത്ത് കനാൽ നികത്തി റോഡുണ്ടാക്കുകയും മറുഭാഗത്ത് കനാൽ നിർമ്മാണം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതിന് പിന്നിൽ കരുവാരകുണ്ട് മണ്ഡലം കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കളാണെന്ന് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാത്യു സെബാസ്റ്റ്യൻ സ്വന്തം വാർത്തകളോട് പറഞ്ഞു കോൺഗ്രസ് നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള ഏക്കർ കണക്കിന് സ്ഥലം നഷ്ടപ്പെടുമെന്ന ഭീതിയിലാണ് കനാൽ നിർമ്മാണത്തിനെതിരെയുള്ള വിവാദങ്ങൾക്ക് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു
കരുവാരകുണ്ട് ചേരി ഭാഗങ്ങളിൽ സർക്കാരിന്റെ കയ്യിലുള്ള കനാൽ നികത്തി റോഡാക്കുകയും ഒരു ഭാഗത്ത് കനാൽ നിർമ്മാണം തടസ്സപ്പെടുത്തുന്നതിന് പിന്നിൽ ചില കോൺഗ്രസ് നേതാക്കന്മാരാണെന്ന് മെമ്പർ പറഞ്ഞു. ഒരു ഭാഗത്ത് സ്വകാര്യ വ്യക്തിയെ സഹായിക്കുകയും മറുഭാഗത്ത് ആ നേതാക്കന്മാരുടെ ഏക്കർ വരുന്ന സർക്കാർ ഭൂമി നഷ്ടപ്പെടുമെന്ന ഭീതിയുമാണ് വിവാദത്തിന് പിന്നിൽ. ഒരു ഭാഗത്ത് കനാൽ തീർത്തുകൊണ്ട് സ്വകാര്യ വ്യക്തികളെ സഹായിക്കുക, അത് ഇവിടുത്തെ ഒരു പ്രധാന കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളാണെങ്കിൽ ആ നേതാക്കളുടെ കൈവശമുള്ള ഏക്കർ കണക്കിന് സ്ഥലം നഷ്ടപ്പെടുമെന്നുള്ള ഭീതിയാണ് ഈ കനാൽ പ്രവർത്തനത്തെ തടസ്സപ്പെടുന്നത്. സ്വകാര്യ വ്യക്തിയെ കൊണ്ട് കനാല് തോക്കുകയും അത് സ്വന്തം ഭൂമിയാണ് വരുത്തിച്ചെടുക്കുവാനും അതിന് വില്ലേജിൽ വേണ്ട രേഖകൾ വരെ സംഘടിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് കോൺഗ്രസിന്റെ ഒരു നേതാവിന്റെ ഭാഗത്തുണ്ടായത്. തീർച്ചയായിട്ടും ഭൂമാഫിയെ സ്ഥലം കൈയേറ്റക്കാരെ സഹായിക്കുന്ന നടപടിയാണ്. അതിൽ നിന്നും ആ നേതാവ് പിന്മാറുന്നതായിരിക്കും ആ പാർട്ടിക്ക് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മറുവശത്ത് BCB ബ്രിഡ്ജ് സിറ്റിയിലെ അതിനോടനുബന്ധിച്ച് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കുറച്ച് 350 മീറ്റർ കനാൽ ചെയ്യുന്നതിന്റെ അവസാന ഘട്ടം പണിയാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ 7 വർഷമായിട്ട് ആ സിറ്റിയിൽ പാലവും കനാലുമായിട്ട് ഏതാണ്ട് 75 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ മൊത്തത്തിൽ പാലത്തിന്റെയും കനാലിന്റെയുമായിട്ട് നടന്നു. അത് ആ നാട്ടിലെ ജനങ്ങൾക്ക് ഏറെ ഉപകാരം കിട്ടിയ ഒരു പദ്ധതിയാണ്. അവിടുത്തെ ജനങ്ങള് കൂട്ടായി ഈ പദ്ധതി വരണമെന്ന് ആഗ്രഹിച്ച് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്ന നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രവർത്തികൾ നടത്തുന്നത്. സർക്കാരിന്റെ കനാൽ സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി വില്ലേജിൽ നിന്നും വ്യാജരേഖ നിർമ്മിച്ചു നൽകുകയാണ് കോൺഗ്രസിലെ നേതാക്കൾ ചെയ്തിട്ടുള്ളത്. കനാൽ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ എതിർക്കാതെ പ്രവൃത്തി പൂർത്തീകരിക്കാനിരിക്കെ സമരവുമായി രംഗത്ത് വരുന്നത് ഭൂമാഫിയയെ സഹായിക്കാൻ വേണ്ടിയാണ്. സർക്കാർ ഭൂമി കൈയേറ്റം ചെയ്യുന്നവർക്കെതിരെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും രംഗത്ത് വരണമെന്നും ബ്ലോക്ക് മെമ്പർ പറഞ്ഞു. കരുവാരകുണ്ട് CT ചേരിപ്പടിയിൽ ജലവിഭവ വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കനാൽ നിർമ്മാണത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും 2 വിഭാഗം ജനങ്ങൾ രംഗത്ത് വന്നു. കനാൽ നിർമ്മാണം ആരംഭിച്ച പ്രദേശത്തെ കർഷകരാണ് കനാൽ നിർമ്മിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് എത്തിയിട്ടുള്ളത്. ജലവിഭവ വകുപ്പിന്റെ 15 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കനാൽ നിർമ്മാണത്തിന്റെ 395 മീറ്റർ ദൂരം ആകുമ്പോഴാണ് പരാതിയുമായി ജനങ്ങൾ രംഗത്ത് വരുന്നത്. എന്നാൽ പരാതിക്കാർക്ക് പുറമെ കനാൽ നിർമ്മാണത്തിന് അനുകൂലിച്ചും കർഷകർ രംഗത്തുണ്ട്. പ്രദേശത്തെ കിണറിലേക്ക് വെള്ളം എത്തിക്കുന്നതിനും കർഷകർക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുന്നതിനും പദ്ധതി ഉപകാരപ്രദമാണെന്ന് കർഷകൻ NK അബ്ദുഹാജി സ്വന്തം വാർത്തകളോട് പറഞ്ഞു. ഇവിടുന്ന് താഴ്ഭാഗത്തേക്കുള്ള എല്ലാ കൃഷിക്കാർക്കും ഈ വെള്ളം കൊണ്ട് ഉപയോഗമുണ്ട്. കിണറുകളിൽ വെള്ളമില്ലാത്ത കാടാണ്. ഇനി ഇവിടുന്ന് 2 മാസം കഴിഞ്ഞാൽ ആ സമയത്ത് ഇതിനകത്ത് എല്ലാവർക്കും കിണറ്റിൽ വെള്ളം ഉണ്ടാവും. ഈ വെള്ളം താഴോട്ട് പോയാൽ അങ്ങനെ ഒരു ഗുണമുള്ളൂ ഇതുകൊണ്ടുള്ളത്. കൃഷിക്കാർക്ക് കൃഷി നനക്കുകയും ചെയ്യാം. വേറുള്ളതായിട്ടുള്ള ഗുണമൊന്നുമില്ല. അതുകൊണ്ട് ഈ 2 ഗുണമേ ഉള്ളൂ. കുടിക്കാൻ കിണറ്റിൽ വെള്ളം ഉണ്ടാവും, കൃഷിക്കാർക്ക് കൃഷി നനക്കാനും കഴിയും. വേറെ ഒന്നും ഇതുകൊണ്ട് ആവശ്യമില്ല. പ്രവൃത്തി തടസ്സപ്പെടുത്തുന്നത് ശരിയല്ലെന്നും ഇദ്ദേഹം പറഞ്ഞു. പദ്ധതിയെ അനുകൂലിക്കുന്ന ചില കർഷകർ സ്വന്തം സ്ഥലത്തേക്ക് റോഡ് വരുന്നതിന് മാത്രമാണ് കരാറുകാരോടൊപ്പം നിൽക്കുന്നതെന്ന് ജനകീയ സമിതിയും പറയുന്നു. ഇതിനു പിന്നിൽ ഭൂമാഫിയയാണ് കർഷകർക്ക് പിന്നിലെന്നും ഇവർ പറയുന്നു. ആ ഭാഗം പിന്നെ അയാളുടെ ജിയാസിന്റെ സ്ഥലമാണ്. അപ്പുറത്ത് വെച്ചുകാരൻ അധ്വാനം ഈ ആളെ സ്ഥലമാണ്. അപ്പൊ ഇതിന്റെ ഒരു സൈഡിലൂടെ കനാല് കൊണ്ടുപോയിട്ട് ബാക്കി ഇത് ആളെ റോഡ്, അതായത് സ്ഥലത്തിന്റെ മേൽഭാഗത്ത് റോഡുണ്ട്. അപ്പൊ മുഴുവൻ ഭാഗങ്ങൾ റോഡാക്കുക, ഇത് പിന്നെ ചില്ലറായിട്ട് പൊട്ടിച്ചു വെക്കാനൊക്കെ ഏറ്റവും താല്പര്യമുള്ള ഇതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നത്. അല്ലാതെ ഇവിടെ ഈ നാട്ടുകാർക്കും ഇത് കനാലോട് ഒരു ഉപകാരമുള്ള ഒരു കൃഷിക്കാരും ഇല്ല. താഴെയുള്ളതൊക്കെ റബ്ബർ കൃഷിയും മറ്റതാണ്. ഒരു നെൽകൃഷിയോ ഒരു തെങ്ങ് കൃഷിയോ ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ പ്രത്യേക താല്പര്യം ഇവർ കുറച്ച് ഫോക്കസ് ഉണ്ടാക്കിയിട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് ലോബിയാണ് ഇതിന്റെ പിന്നിൽ കളിക്കുന്നത്, വേറെ ഒന്നുമല്ല. ഇനിയൊരു ഇടവേള.